ഞങ്ങളുടെ കുഴപ്പമല്ല, ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞ വാക്കുകളല്ല, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഏതാണ് സാർ ഈ സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഈ സിസ്റ്റം ചെയ്യേണ്ടത്? ഈ സിസ്റ്റം അതുപോലെ ഉണ്ടായിരുന്നു ശൈലജ, കെ ശൈലജ മന്ത്രിയായിരുന്നപ്പോഴും. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് മെഗ്സേസെ അവാർഡ് അവർക്ക് കിട്ടിയത്. ആ പുരസ്കാര ലബ്ധി കിട്ടിയപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്നത് തടഞ്ഞതാണ്. മന്ത്രി എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു പാവയല്ല, മറിച്ച് ആ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സേവനം കിട്ടുന്നവരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മന്ത്രി തന്നെ. ആ സിസ്റ്റത്തിനാണ് കുഴപ്പം. സിസ്റ്റം എന്ന് പറഞ്ഞ് പഴിചാരിയിരിക്കാനുള്ള പദവിയല്ല മന്ത്രിയുടെ കസേര. വൻ തോൽവിയാണ് ആരോഗ്യമന്ത്രി. ഈ സംഭവം കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഒരു പീക്ക് മാത്രമാണ്, അതിൻ്റെ ഒരു ക്ലൈമാക്സ് മാത്രമാണ്. അതിനു മുമ്പ് എത്രയോ സംഭവങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. എപ്പോഴും ഈ മന്ത്രി ജാഗ്രത വേണം. ഇവരാരാ, ഡോക്ടറോ? ഇവരേറെ ഒരു അവതാരകയാണ് ഏതോ ചാനലിലിരുന്നത്. ഒരു അവതാരകയായതുകൊണ്ട് അവരെല്ലാം അറിയുന്നവരാണെന്ന് വരുമോ? ഡോക്ടർമാർ പറയേണ്ട കാര്യങ്ങൾ ഇവർ ഏറ്റെടുത്ത് പറയുകയാണ്. ഡോക്ടർമാരിൽ നിന്ന് പഠിച്ചിട്ട് അതിങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതല്ല മന്ത്രിപ്പണി എന്ന് പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ നിരവധി പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങിയത് ഇപ്പോൾ വലിയൊരു തീ തന്നെ കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്നത് തകിടം മറിഞ്ഞു കിടക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. രോഗികൾ കഷ്ടപ്പെടുകയാണ്. ഇന്നിപ്പോൾ നിരവധി രോഗികളാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഞാനും എൻ്റെ അനുഭവം ഇതിൻ്റെ മുന്നേ പങ്കുവെച്ചിരുന്നു. കാരണം നമുക്ക് പ്രധാനമായിട്ടും ഈ ഉപകരണങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് പറയാം. ഇപ്പോൾ ഓർത്തോ സർജിക്കൽ വിഭാഗത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു ഓർത്തോ പേഷ്യൻറ്റിന് അതിനകത്ത് സർജറി ചെയ്ത് ഇപ്പം കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കമ്പി അങ്ങനെയൊക്കെയുള്ള സർജറി ചെയ്തിടേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇവർ ചെയ്യുന്ന ഡോക്ടർ എന്ത് ചെയ്യും, തൊട്ടടുത്ത ഇവരുമായിട്ട് ടൈപ്പ് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിനെ ബന്ധപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുകയാണ്. 25,000, 22,000, 10,000 തൊട്ട് ഇങ്ങനെ വിലയാണ് ആ സർജിക്കൽ എക്യുപ്മെന്റ്സ്. ഒരു ടൂൾ കിറ്റാണ്. ഈ കിറ്റ് ഈ മെഡിക്കൽ സ്റ്റോറുകാർ നേരെ പേഷ്യൻറ്റിന് കൊടുക്കുന്നു. പേഷ്യൻറ്റ് 20,000 രൂപയോളം, അതായത് പാവങ്ങളാണ് വരുന്നത്, പാവങ്ങളാണ് ഈ ഹോസ്പിറ്റൽ സർജറി ചെയ്യാൻ വരുന്നത്. 20,000 രൂപയോളം ഈ സർജിക്കൽ കിറ്റ് വാങ്ങിക്കുന്നു. അത് ഡോക്ടറെ ഏൽപ്പിക്കുന്നു, സർജറി ചെയ്യുന്നു. അതിൽ 1-2 ടൂൾസ് ആയിരിക്കും ഇതിനകത്ത് ഇടുന്നത്. ബാക്കി അതുപോലെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അത് തിരിച്ച് അതുപോലെ ആ ടൂൾ കിറ്റ് കൊണ്ടു കൊടുക്കുന്നു, വിൽക്കാൻ വേണ്ടി. വീണ്ടും അടുത്ത ആള് വരുന്നു. ഇത് വലിയൊരു മാഫിയാണ് അവിടെ നടക്കുന്നത്. കാരണം എത്ര 10,000 ഒരു ദിവസം എത്ര രോഗികളാണ് ഇതേപോലെ സർജറിക്ക് വരുന്നത്, എത്ര ലക്ഷങ്ങളാണ് ഒരു ദിവസം അറിയുന്നത്. ഇതിൻ്റെ ഒരു വിഹിതം ചിലപ്പോൾ ചില ഡോക്ടേഴ്സിന് കാണുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാണും. പക്ഷേ ഇത് ഡോക്ടേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ എക്യുപ്മെന്റ്സ് ഉണ്ടായിട്ട് ഇത്തരത്തിൽ ഒരു ഡോക്ടർ പുറത്ത് വിടുവാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ കഴിവ് അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രശ്നം എന്ന് പറയാം. പക്ഷെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ ഇത് സർജറി ചെയ്യണമല്ലോ, അതിന് സാധനം വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോകാൻ പറയുന്നുണ്ട്. ഇത് ഡോക്ടറുടെ കുഴപ്പമില്ല, അവിടെ ഈ വേണ്ടുന്ന ഉപകരണങ്ങളില്ല. ഈ സർജറിക്ക് ആവശ്യമായി ഇതിനകത്ത് ഇടേണ്ടുന്ന കമ്പി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, നട്ട്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ നട്ടും ബോൾട്ടും ഒന്നും ഇല്ലാണ്ട് സർജറി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യും, പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയും. ഇന്നൊരു രോഗി പറഞ്ഞതാണ്, ട്രിപ്പ്, അതായത് ട്രിപ്പ് ഇടുമല്ലോ നമ്മള്, ട്രിപ്പ് ഇടുന്നേ, ആ ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇട്ടത് ഊരി വെച്ചിട്ട് അപ്പൊ പിന്നെ 2 ദിവസത്തേക്ക് ഇടണ്ടായിരുന്നു. അപ്പൊ പറയാ ഇത് പാക്ക് ചെയ്ത് വെക്കുക, വേറെ ട്രിപ്പ് ഒന്നും ഇടാനില്ല, ഇത് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഇത് തന്നെ ഇടാന്ന്. ഈ ട്രിപ്പൊക്കെ എങ്ങോട്ടാ കേറുന്നത്? ഒരു പൊടിയോ ഒരു ഇതോ കേറുന്നത് നേരെ ഈ വെയിനിലൂടെ ബ്ലഡിലൂടെ കേറുകയാണ്. മനുഷ്യരെ കൊല്ലാൻ ഇത് പോരെ? എന്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാനിനി എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവായിട്ട് അവിടെ ചെന്ന് കിടന്നപ്പോ ട്രിപ്പ് ഊരാൻ ആളില്ല, അവിടെ നേഴ്സില്ല. അവര് പറഞ്ഞിട്ട് കാര്യമില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ബെഡിൽ വെയിറ്റ്, ഞാനിപ്പോ വരാം, സുഖമായിട്ട് വന്ന ആൾ എനിക്ക് ഊരി തന്നു. ഞാനിങ്ങനെ അന്തം വിട്ടു നോക്കി, അതിൽ നിന്ന് എടുത്ത് കൃത്യമായിട്ട് ഇതൊക്കെ നോക്കി ഊരിത്തന്ന്. ഒരു നേഴ്സ് ചെയ്യുന്നതിൽ നന്നായിട്ട് നോക്കി. അന്ന് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാനൊരു 10 ദിവസമായിട്ട് ഇവിടെ കിടന്നയാ, എല്ലാം പഠിച്ചു, എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു എല്ലാം. ഈവൻ ഒരു അമ്മ അവിടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന്, പ്രായം ചെന്ന ഒരു അച്ഛൻ്റെ കാല് മൊത്തം പഴുത്തിരിക്കുകയാണ്. അവർ പറയാം, പഞ്ഞിയും മരുന്നും ഒക്കെ തരാൻ, നിങ്ങൾ തന്നെ ഡ്രസ്സ് ചെയ്യുക. പക്ഷേ രക്ഷപ്പെട്ടു ഒരു എഞ്ചിനീയറിനെ ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇതുപോലെ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. ഇത് അതെ, സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥാപനമാണിത്. പ്രത്യേകിച്ചും അവിട്ടൻ തിരുനാൾ ആശുപത്രിക്ക്, അവിട്ടൻ തിരുനാൾ മെമ്മോറിയൽ ആശുപത്രി അതിനോട് ചേർത്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് പേര് കേട്ട സ്ഥാപനമാണ്. നമ്പർ 1 മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ. അവിടുത്തെ സംഭവമാണ് ഇപ്പോൾ രഞ്ജിനി പറഞ്ഞത്. സാർ, ഇന്നലെ വീണ ജോർജ് ഒരു കാര്യം കൂടെ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇന്നലെ പറയാനേ, നിർത്തണ്ട. ഇന്നലെ പറയാനേ, നിങ്ങൾ എത്ര സ്വകാര്യ ഹോസ്പിറ്റലുകളെ പറ്റി ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ എത്ര സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ട്. അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. എന്റെ പൊന്ന് വീണ ജോർജേ, നിങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങൾ പറഞ്ഞ കപ്പിത്താൻ എവിടേക്കാണ് പോയത്? അമേരിക്കയിലേക്ക്. സ്വകാര്യ നിങ്ങളൊക്കെ എവിടേക്കാണ് പോകുന്നത്? സ്വകാര്യ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഇത്തരത്തിലുള്ള അവരുടെ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞോണം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നല്ല രീതിയിലുള്ള സർവീസാണ് നൽകുന്നത്. ഏത് കിംസ് ആണെങ്കിൽ അനന്തപുരി, നമ്മൾ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് തലസ്ഥാനത്ത് SK ഹോസ്പിറ്റൽ, എത്ര ഹോസ്പിറ്റൽ, SUT എത്ര എണ്ണം ഉണ്ട്, എല്ലാം നല്ല. കാരണം അവരുടെ ഹോസ്പിറ്റൽ ഒന്നിന് കുമിളകൾ കണക്കാണ് ഹോസ്പിറ്റലും ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നിന് മെച്ചമായിട്ട് ഒന്ന് നല്ല സർവീസുകൾ നൽകുന്നുണ്ട്, നല്ല ഫെസിലിറ്റി നൽകുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു ആവശ്യകതയും ഒരു പേഷ്യൻറ്റിന് അവിടെ ഉണ്ടാകട്ടെ, അവിടെ കയറി പൈസ ഉണ്ട്, അവിടെ കയറിയാൽ മതി, ബാക്കി അവർ കാര്യം നോക്കിക്കോളും. അല്ലാതെ അവിടെ സർവീസിനൊന്നും ഒരു കുറവില്ല. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മളെല്ലാം പോയിട്ടുണ്ട്, അവിടെ എല്ലാം നല്ല സർവീസാണ്. കാരണം ഒരു സർവീസ് മോശമാണെന്നുണ്ടെങ്കിൽ അടുത്ത വ്യക്തി അവിടെ കയറും. ഇവർക്ക് എന്തെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ പോകും, ഇവിടെ മോശമാണെന്ന് പറയും. അപ്പൊ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു വ്യക്തി ആ പ്രസ്ഥാനം തുലയ്ക്കാൻ നിൽക്കത്തില്ല. പക്ഷെ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, നിങ്ങളുടെ സ്വന്തം പ്രസ്ഥാനമല്ല, നിങ്ങളുടെ സ്വന്തം സ്ഥാപനമല്ല. ഗവൺമെന്റ് ആയതുകൊണ്ട് എന്തും ആവല്ല, സർക്കാരല്ലേ, എന്ത് നടത്താല്ല. വീണ ജോർജ് പറഞ്ഞ മണ്ടത്തരത്തിന് ഇന്നലെ കയ്യും കണക്കില്ല എന്നുള്ളത് സത്യമാണ്. മന്ത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടിപ്പില്ലെന്ന് മാത്രമല്ല, വകതിരിവുമില്ല, വിവരവും ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നോക്കൂ, അവർ ഒരു അവതാരക എന്നുള്ള നിലയിൽ അവർ തർക്കിക്കാൻ വേണ്ടി, കൗണ്ടറുകൾ പറയാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്. മന്ത്രിപ്പണിയുടെ ABCD ഇത്രയും നാളിനകം പഠിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ശൈലജ ടീച്ചറെ വന്ദിച്ചു പോകുന്നത്. പോട്ടെ, അത് നമ്മൾ വിശദമായിട്ട് പറയണ്ട. ഇവിടെ നോക്കൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങളൊന്നും പറയുന്നില്ല. പത്രക്കാരോട് തർക്കിച്ച് തീർക്കാവുന്ന പ്രശ്നമാണോ ഇത്? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ പറ്റി ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മാധ്യമങ്ങളിലാണ്. അവിടെ കിഡ്നി വിൽക്കുന്നു എന്ന് പറഞ്ഞ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിനെ പറ്റി വമ്പിച്ച ആരോപണം അതുപോലെ ഏതെങ്കിലും ഒരു ക്യാമ്പയിനായിട്ട് തന്നെ നടത്തി. മെഡിക്കൽ കോളേജിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു? ഈ മന്ത്രി അവതാരകയായിട്ടിരുന്ന മന്ത്രിക്ക് ഈ വാർത്തകളൊന്നും കിട്ടിയിട്ടില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഥവാ അങ്ങനെ ഇതുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഉത്തരവാദിത്വം സർക്കാരല്ലേ? അത്തരം ഹോസ്പിറ്റലിലേക്ക് അന്വേഷണം വരുമ്പം തന്നെ ഇത് വരുമ്പോഴത്തേന് തടസ്സപ്പെടുത്തുന്ന എന്താ കാര്യം? ഉദ്യോഗസ്ഥരെ ഇറക്കി അന്വേഷണം ചെയ്യണം. ഇത്തരത്തിൽ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ്? അത് കേസ് ഏറ്റെടുക്കുക, നല്ല ഒന്നാം തര ഉദ്യോഗസ്ഥരെ ഇറക്കി കേസ് അവർക്കെതിരെ ഈ പറഞ്ഞ കേസ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങോട്ട് ലെക്ചറിലോട്ടോ മറ്റിടത്തോ ചെല്ലുമ്പോൾ പകുതി വെച്ച് കേസ് കെട്ടാവുന്നതിന് കാരണം എന്താ? നമുക്ക് കിട്ടണം. അതെ, ഈ സിസ്റ്റം എന്ന് പറയുന്നത് മന്ത്രിയുടെ മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയുടെ തലവനാണ്, ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആണ്. അദ്ദേഹം നടപടിയെടുത്താൽ അദ്ദേഹത്തിൻ്റെയും പരാജയമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്യാവുന്ന, ഈ നിമിഷത്തിൽ ഈ വൈകിയ വേളയിൽ ചെയ്യാവുന്ന ഒരു കാര്യം, കെ മുരളീധരൻ പറഞ്ഞ പോലെ മന്ത്രിയുടെ രാജി എഴുതി വാങ്ങിച്ച് അവരെ വിടണം. അവർ പഴയ അവതാരക പണിയിലോട്ട് പോട്ടെ. എപ്പോഴും ജാഗ്രത എന്ന് പറഞ്ഞു. നിപ്പ നമ്മളിവിടുന്ന് നിഷ്ക്രമിച്ചു കഴിഞ്ഞു, നമ്മൾ പമ്പ കടത്തി എന്ന് പറഞ്ഞ് നിപ്പ എത്ര പേരാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്? എന്ത് വരുമ്പോഴും ജാഗ്രത. ഗവൺമെൻറ്റിൻ്റെ ജാഗ്രത കുറവ്, ഈ സിസ്റ്റത്തിൻ്റെ ജാഗ്രത കുറവ് കൊണ്ടാണ് കുഴപ്പങ്ങളുണ്ടാവുന്നത്. ഇത് നോക്കൂ, ഭാഗ്യം കൊണ്ട് ഞാൻ പറയുക, രഞ്ജിനി രക്ഷപ്പെട്ടു ഈ മെഡിക്കൽ കോളേജിൽ നിന്ന്. അൺപ്രൊഫഷണലായിട്ട് അടുത്ത് കിടക്കുന്ന രോഗി താങ്കളുടെ ഡ്രിപ്പുകൾ ഊരി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ആൻ അൺപ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയാണ്. ഇത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 രോഗികളുടെ ഇടയാക്കിയത്. സാധാരണഗതിയിൽ അവിടുത്തെ ICU യൂണിറ്റ് പ്രവർത്തിക്കുന്നിടത്ത് ഈ പുകയെല്ലാം കൂടെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ സ്റ്റാഫില്ല, സെക്യൂരിറ്റി ഇല്ല, ആരുമില്ല ഇവരെ രക്ഷപ്പെടുത്താനും ആ പുകയിൽ നിന്ന് രക്ഷിക്കാനും. ICUവിലാണെന്ന് ഓർക്കണം, അവരുടെ ശരീരത്ത് തൊടാൻ പോലും, ആ മുറിയിൽ കയറാൻ പോലും മറ്റുള്ളവരെ അനുവദിക്കുകയില്ല. കാരണം എന്താ? കാരണം സൂക്ഷ്മാണുക്കൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവരുടെ മരണം ഉറപ്പാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ICU ആയിട്ട് അവരെ കംപ്ലീറ്റ് ഗ്ലാസ് ഡോറുകൾ കൊണ്ട് അടച്ച മുറിക്കകത്താക്കി വെക്കുന്നത്. ഇത് കണ്ടിട്ട് എന്താ തുണയായിട്ട് ആളുകളെ വിളിച്ചതെന്നറിയാം? വെളിയിൽ നിന്നിരുന്ന ഓട്ടോറിക്ഷക്കാരെയാണ് വിളിച്ചത്.
അവർക്ക് രോഗികളെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നടുവൊടിഞ്ഞ രോഗികൾ, സ്പൈനൽ കോഡ് പോയ രോഗികൾ, അവരെയൊക്കെ കൈകൊണ്ട് താങ്ങി എടുത്തുകൊണ്ട് പോവുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അൺപ്രൊഫഷണലായിട്ടുള്ള ഒരു പണിയാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്. പ്രൊഫഷണലായിട്ട് നടുവിന് യാതൊരു വിധത്തിലുള്ള ഹാനിയും തട്ടാതെ സ്ട്രെച്ചറിലാണ് ഇവരെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെയല്ല, താങ്ങി എടുത്തുകൊണ്ട് പോകും. അവിടെ നടുവിൻ്റെ പ്രശ്നം വലുതായി, അങ്ങനെയാണ് മരണമുണ്ടായത്. അപ്പോൾ ഇവിടെ അൺപ്രൊഫഷണലാണ്. പിന്നെ രഞ്ജിനി തന്നെ നേരത്തെ പറഞ്ഞ പോലെ സന്നിപാത ജ്വരമല്ല, സന്നി ബാധിച്ച, എപ്പിലെപ്സി ബാധിച്ച കുട്ടി തറയിൽ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് നീന്തുക. കാരണം എന്താ? പരിചരിക്കാൻ കിടക്കകളില്ല, പരിചരിക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഡോക്ടർമാരുടെ കുറവ് കൊണ്ട് രോഗികൾ. ഇപ്പൊ അടുത്ത കാലത്തായി പേപ്പട്ടി കടിച്ച കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് ഈ വാക്സിൻ ഏറ്റെടുക്കാത്തത്? അവർ കുറെ ഇതൊക്കെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഈ പറഞ്ഞോണം ഇതിന്റെ പുറകില് എന്തോ കമ്മീഷനെ എന്തൊക്കെ നിയമിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇത്തരത്തിൽ പേപ്പട്ടി ബാധിച്ച കുട്ടികളുടെ മരണനിരക്ക് കൂടുന്നത്? മെനിങ്ങാന്ന് പറഞ്ഞുണ്ടായി. മെനിങ്ങാന്ന് അത് തമിഴ്നാട് സ്വദേശിയായ ഒരു കുട്ടിയാണ് പേപ്പട്ടി കടിച്ച് തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇവിടെ വെച്ചാണ് മരിച്ചത്. വാക്സിൻ 4ാമത്തെ വാക്സിൻ കണ്ട് എടുക്കാൻ നേരത്താണ് അതിന് മുമ്പ് പനി ബാധിപ്പിച്ച് മരിച്ചു. പേപ്പട്ടികളെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് പൊതുജനാരോഗ്യ പ്രശ്നമാണ്. അത് നടപ്പാക്കാൻ കഴിയുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇച്ഛാശക്തിയോടുകൂടി ആൻറ്റി റാബീസ് വാക്സിൻ പരിശോധിക്കണം. ആ പരിശോധന നടക്കുന്നില്ല. എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് കടിയേറ്റിട്ട് അവർ വാക്സിൻ എടുത്തിട്ട് അവർ മരിക്കുന്നു എന്നുള്ളത് ഓർക്കണം. ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്താ? തലച്ചോറിലേക്ക് കടന്നതുകൊണ്ടാണെന്ന്. ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ? ഇന്നലെ മിനിയാന്ന് അതിന് മുമ്പ് ഇത്തരത്തിൽ തലയ്ക്കും ഒക്കെ കടികൾ കിട്ടുന്നിട്ടില്ലേ? കുട്ടികളെ കടിക്കുന്നില്ലേ? വാക്സിനിലും അഴിമതി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. വളരെ കർശനമായിട്ട് പരിശോധിക്കും. അല്ലാതെ ഇതെല്ലാം പരിശോധിക്കും, ഞങ്ങൾ നോക്കും എന്ന് പറയുന്നതാണ് സിസ്റ്റത്തിന്റെ ഭാഗം. സാർ, ഈ പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഇവർ പരിശോധിച്ചിട്ട് പറയും ഒന്നും ഒരു കുഴപ്പമില്ലെന്ന്. കാരണം കോവിഡ് മരണങ്ങളുടെ ലിസ്റ്റ് ഇതുവരെ ഇവർ കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. 27,000-ൽ പരം രോഗികളാണ് മരിച്ചിരിക്കുന്നത്. അതിന് ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞതാണ് ചക്ക വീണാലും മുയൽ ചാവൂ എന്ന് പറഞ്ഞതുപോലെയാണ് തമാശ. ഇന്നലെ തന്നെ വീണ ജോർജ് ഇത്രയും ഇത് മെഡിക്കൽ കോളേജ് ദുരന്തം അനുഭവിച്ചിട്ടും അയ്യോ ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചത്. എന്ത് നിസ്സാരമായിട്ടാണ് ഈ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ ഇവര് പുട്ടിയിട്ട് ഇത് വിട്ട് വരുന്നതല്ലാതെ ഇവർക്ക് എന്ത് നിസ്സാരമായിട്ടാണ് ഈ രോഗികളുടെ അനുഭവങ്ങൾ അവർ പറയുമ്പോൾ ഇവർ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നത്. ഇവർ ഈ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ അവർ കുറെ ഈ അച്ചടി ഭാഷ ഇത് പറയുന്നതല്ലാതെ സത്യമായി ജനം വെറുത്തു. സത്യമാണ്. തന്നെയല്ല രഞ്ജിനി, അവർ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് അതിനേക്കാൾ വിവരമില്ലാത്ത കുറേ എണ്ണത്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ നിർദ്ദിഷ്ടമായ ഉപദേശങ്ങൾ കൊടുക്കേണ്ട ആൾക്കാരല്ലേ അവർ മുഴുവൻ യാതൊരു വിവരമില്ലാത്ത ആൾക്കാരുമാണ്. അതുകൊണ്ടാണ് പെൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം പാർട്ടിക്കാരായ കുറേ പേരെ എടുത്തു വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ വിവരവുമില്ല. ഇവർക്ക് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ABCD അറിയത്തില്ല. ഒരു അവതാരികയെ പിടിച്ചു വെച്ച് ഇത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരിപ്പോഴും കൗണ്ടറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ കൗണ്ടറുകൾ പറയുക എന്നുള്ളത് അതല്ല അവരുടെ ഡ്യൂട്ടി. പത്രങ്ങൾ എന്തും പറഞ്ഞോട്ടെ, പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യിക്കണം. സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുകയല്ല, സിസ്റ്റത്തിനെതിരെ പ്രവർത്തിക്കുക. അല്ല, ഈ ഓർത്തോ വിഭാഗത്തിൽ എനിക്കറിയാവുന്ന പല വ്യക്തികളും ഇത്തരത്തിൽ എക്യുപ്മെന്റ്സ്, അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ പുറത്തുനിന്ന് 15,000 20,000 രൂപ കൊടുത്ത് വാങ്ങി തിരിച്ചു കൊണ്ടു കൊടുക്കുകയും തിരിച്ച് അവർക്ക് പൈസയൊന്നുമില്ല, തിരിച്ചു കൊണ്ടു കൊടുക്കുകയും ഇത്തരത്തിലുള്ള വലിയ മാഫിയാണ് അതിന് ചുറ്റും മെഡിക്കൽ സ്റ്റോറുകളുള്ളത്. ഉപകരണങ്ങൾ ഒരെണ്ണം പോലും നമ്മുടെ മെഡിക്കൽ കോളേജിലില്ല. എല്ലാ വ്യക്തികളും പുറത്ത്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പറയട്ടെ, മെഡിക്കൽ കോളേജിൽ ഓർത്തോ വിഭാഗത്തിൽ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രേക്ഷകർക്ക് മെഡിക്കൽ കോളേജ് ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പറയട്ടെ. തന്നെയല്ല, അവസാനമായിട്ടൊരു കാര്യം, സമയപരിമിതി കാരണം ആശാന് പിഴച്ചാൽ ഏത്തമില്ലെന്നാണ് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും നമ്മുടെ അഭിമാനിക്കുന്നതുമായ മെഡിക്കൽ കോളേജാണ്, നമ്പർ 1 മെഡിക്കൽ കോളേജ്. അതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആശാന് പിഴച്ചാൽ ഏത്തമില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ സിസ്റ്റം കംപ്ലീറ്റ് വൻ തോൽവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് മന്ത്രി രാജിവെച്ച് ഒഴിയുകയല്ലാതെ വേറെ ഇത് ജനരോഷം അടക്കാൻ പറ്റുകയില്ല. ഇത് വമ്പിച്ച ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു തോൽവിയാണ്. ഇപ്പം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പണമില്ലെന്നാണ് പറയുന്നത്. പണമില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കേണ്ട ചുമതല മന്ത്രിയുടേതാണ്. കിട്ടാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുകയല്ല. നോക്കൂ, ആ ഡോക്ടർ കാണിച്ച ആത്മാർത്ഥതയെങ്കിലും തൻ്റെ വകുപ്പിനോട് കാണിക്കാൻ മന്ത്രിക്ക് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട്.